അതുകൊണ്ട് തന്നെ അതേ രക്തം എന്നിലുണ്ട്. എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മറ്റ് എന്ത് നഷ്ടം സഹിച്ചും അത് സ്വീകരിക്കാനും അത് നിലനിർത്താനും അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഒരു രക്തം എനിക്ക് എന്റെ പിതാവിന് കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മളെ തിരിച്ചറിവുകളെ നമ്മൾ മൂടി വെച്ചുകൊണ്ട് മറ്റാരും അറിയാതെ മൂടി വെക്കുക എന്നുള്ള പാരമ്പര്യം എന്റെ വാപ്പാക്കുമില്ല. അതേ ആ പാരമ്പര്യം പൂർണ്ണമായിട്ട് എനിക്കുണ്ട്. അതെ, ഞാൻ പറഞ്ഞു അതാണ്. കാരണം എന്നാല് അങ്ങനെ ഒരു ഇതിൽ നിന്ന് വന്നുകൊണ്ട് സ്വതന്ത്രമായ നമ്മുടെ യുക്തി കൊണ്ട് തന്നെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എളുപ്പ വഴി ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് എന്റെ പിതാവ് എനിക്ക് തന്ന തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, സംശയമൊന്നുമില്ല. കാരണം ഞാനായിരിക്കും പിതാവിന്റെ ഏറ്റവും പെറ്റായിട്ടുണ്ടായിരുന്ന മകൻ, മൂത്ത മകനായിരുന്നു. പിന്നെ ചുരുങ്ങിയത് ഒരു 5 വയസ്സ് വരെ ഞാൻ പിതാവിന്റെ കൂടെ തന്നെ നടന്നിരുന്നു. എവിടെ പള്ളിക്ക് പോവുകയാണെങ്കിലും ഇതൊക്കെ അതിന്റെ കൂടെ പോയിരുന്നു. ആദ്യത്തെ ആൺകുട്ടി ആയതുകൊണ്ട്. പിന്നെ 5-ാം വയസ്സിൽ തന്നെ അന്ന് പിതാവ് സൗദി അറേബ്യയിൽ പഠിക്കാം. അപ്പൊ എന്നെ അവിടെ പഠിപ്പിക്കുന്ന വിചാരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കുറെ ശ്രമം നടത്തി. ഞാനൊരു 4 മാസത്തോളം അന്ന് ബോംബെ പോയി താമസിച്ചിട്ടു. എനിക്ക് എന്തോ ഭാഗ്യത്തിന് വിസ കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിവിടെ അല്ലെങ്കിൽ ഞാൻ അവിടെ വലിയ ലോഹക്കെട്ടിട്ടെന്തെങ്കിലും ആവുന്നു. ഉമർ മൗലവി സുന്നികളെ കാഫർ വിളിച്ചതിന്റെ പരിണിതി താൻ ഇന്നും അനുഭവിക്കുന്നുണ്ടെന്ന് മകൻ ബഷീർ മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ വികാരത്തിന്റെ പോയി വാപ്പ ഇങ്ങനെ കുറെ അട്രോസിറ്റീസ് ചെയ്തിട്ടുണ്ട്. അത് കുറെ ഞങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സൽസബിയിൽ എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത് പുനഃപ്രസിദ്ധീകരിക്കാൻ, വാപ്പാക്ക് ശേഷം പ്രസിദ്ധീകരിക്കാൻ പരിപാടിയിട്ടു. ഇപ്പൊ എന്റെ വളരെയധികം സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പൊ ഞാനത് വേണ്ട, അത് പിന്നെ കൂടുതൽ വേണമെങ്കിൽ അതിന് എല്ലാ മതങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള സാഹോദര്യത്തോടു കൂടിയ ഒന്നല്ലാതെ ഇങ്ങനെയുള്ള ഒരു സെക്ടേറിയൻ പരിപാടി വേണ്ട, ശരിയാവില്ല. അതെ, അങ്ങനെ ഒന്നും വേണ്ട എന്ന്. ഇപ്പൊ വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി പോലുള്ള ഈ പൊതുവായ കാര്യത്തിനുള്ളതല്ലെങ്കിൽ അപ്പൊ അതിന് അവർക്കും താല്പര്യമുണ്ട്. അവര് പിന്നെ ഇപ്പാന്റെ അനുയായികൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പറ്റില്ല. അപ്പൊ ഞാൻ മാത്രമേ അതിന് എന്റെ ഉപ്പാന്റെ മക്കളിൽ എല്ലാരും കൂടിയിട്ട് ഞാൻ മാത്രമാണ് അത് കണിശമായിട്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരനിയുണ്ട് മുബാറക്ക് എന്ന് പറഞ്ഞാൽ, അവനത് താല്പര്യമായിരുന്നു. അവൻ അതിന്റെ പത്താധിപരും ഒക്കെ ആയിട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇതിന്റെ മുമ്പ് തന്നെ വേണ്ടത്ര ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഒരു പത്രത്തിലുണ്ടായിരുന്നു നമ്മള് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറിച്ചിട്ട്. അപ്പൊ ഉപ്പാന്റെ മകനായ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഉപ്പാനെ പിന്നെയും ബ്ലെയിം ചെയ്യാം. ഇപ്പൊ മരിച്ച ഒരാളെ ഈ കബറുമാന്തുന്ന പരിപാടി ഇപ്പോഴും നടത്താനുണ്ടായ കാരണം പൂർണ്ണമായിട്ടും അവരെ കുറ്റമല്ല. അപ്പൊ നമുക്ക് അവരോടും സാധാവുണ്ട്, എന്റെ ഉപ്പാനോടും സാധാവുണ്ട്. അപ്പൊ ഒരു അതിരി കഴിഞ്ഞിട്ട് പറയാൻ പാടില്ല. ഉപ്പാൻ എപ്പോഴും കുറ്റം എന്നെ. അതെ ആ ആളുടെ മകൻ ഇങ്ങനെ, അയാളുടെ മകൻ ഇന്ന് പിന്നെ ഈ ഒരു രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള ഞാൻ ചോദിക്കാതെ പിതാവിന്റെ ഈ സംഘടന തത്വം പിന്നെ പൊതുവെ പറയപ്പെടുന്നത്, അതിന്റെ നേതാക്കളുടെ പ്രസംഗത്തിൽ കേൾക്കുന്നത് പുരോഗമനാത്മകം എന്നാണ്. അത് മാഷ എങ്ങനെ കാണുന്നത്? ഈ സ്വകാര്യ സ്വത്തിനെ അംഗീകരിച്ച മതത്തിനെ ഞാൻ ധിക്കരിക്കും. ഈ സ്വത്ത് പൂർണ്ണമായിട്ടും കൈയടക്കാനുള്ള അവകാശം കൊടുക്കുന്ന മതങ്ങളെ ഞാൻ നിഷേധിക്കും. ദിവ്യമായ രീതിയിൽ പരമാവധി എല്ലാ ജീവികളെയും ജീവിക്കാൻ അനുവദിക്കുന്ന, സഹായിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ജീവിച്ച് അങ്ങനെ ആത്മീയമായി ഉയരാം. അതിന് നിങ്ങൾക്കൊരു ചവിട്ടുപടിയായിട്ട് ഏത് മതവും ഏത് വിശ്വാസവും നിങ്ങൾ ഉപയോഗിച്ചോളൂ. ഞാൻ അതിനെതിരല്ല. മാഷയിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കുന്നുണ്ടോ? എന്ത് ഇതിലേതെങ്കിലും? ഞാനിങ്ങനെ തന്നെയാണ്. ഞാൻ ആത്മീയമായിട്ട് പരമാവധി മറ്റുള്ള എല്ലാ ജീവികളും ജീവിക്കാൻ അനുവദിക്കുന്ന രീതിയിൽ പരമാവധി കൂടുതൽ ദിവ്യമായ ഒരു അനുഭൂതിയാണ് എനിക്ക് കിട്ടുന്നത് ഈ രൂപത്തിൽ. അല്ല, അതിൽ എനിക്ക് താല്പര്യമില്ല. അതൊക്കെ ഇവിടെ വെറുതെ ഈ സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാനും അത് നിലനിർത്താനും, ഇപ്പൊ ഉദാഹരണമായിട്ട് ലാഭം, പലിശ, പിന്നെ എന്താ പറയാ കമ്മീഷൻ,
ഇങ്ങനെ അധ്വാനിക്കാതെ തിന്നാൻ വേണ്ടി ചില ആൾക്കാർ നിലനിർത്തുന്ന ഇതാണ് പലപ്പോഴും മതങ്ങൾ. ഇതൊന്നും ദൈവത്തിൻ്റെതല്ല. അതേപോലെ തന്നെ ഈ ഭൂമി, ഇവിടെയുള്ള വിഭവങ്ങൾ, ഇവിടെയുള്ള റിസോഴ്സസ്, അത് നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അവസാനത്തിന്റെ പുല്ലിനും പുൽച്ചാടിക്കും ഉറുമ്പിനും പിന്നെ ഒക്കെ ഉള്ളതാണ്. അതിങ്ങനെ ഇവിടെ കാശ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഈ ആധാരം എഴുതിയിട്ട് സ്വന്തമാക്കിയിട്ടോ സ്വന്തമാക്കാനുള്ളതല്ല. അതിനെ മതങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കുന്നില്ല. സുന്നി സമൂഹത്തോട് ഉമർ മൗലവി ചെയ്ത പാതകങ്ങൾക്ക് പുത്രനായ ബഷീർ മാസ്റ്റർ മാപ്പു പറയുന്നുണ്ടോ എന്ന് ചോദിച്ച് മാർപ്പാപ്പയെ ഞങ്ങൾ ഉദാഹരിച്ചു. പക്ഷേ പിതാവിന്റെ വഴി സ്വീകരിച്ച മകൻ മാർപ്പാപ്പക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു സംഭാഷണത്തിലൂടെ നടത്തിയത്. പിന്നെ മാർപ്പാപ്പയെ നിങ്ങൾ കോട്ട് ചെയ്തപ്പോ എനിക്ക് അതിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് ആത്മാർത്ഥമായിട്ടാണ് അവരുടെ ഈ കുറ്റസമ്മതം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവർ പല കാര്യങ്ങളും പിന്നെ റീഡു ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ ഉദാഹരണമായിട്ട് 1452 മാർപ്പാപ്പ ഒരു തിട്ടൂരം ഇറക്കിയത്. അതായത് പിന്നെ അന്നത്തെ ഹെൻറി നാലാമൻ എന്ന പോർച്ചുഗീസ് പ്രിൻസിന് നിക്കോളസ് രണ്ടാമൻ എന്ന മാർപ്പാപ്പ കൊടുത്തൊരു തിട്ടൂരുണ്ട്. നീ ചെന്നുപെടുന്ന പ്രദേശങ്ങളിലെ ഭൂമിയും ജീവിത വിഭവങ്ങളും അവിശ്വാസികളും അന്ധവിശ്വാസികളും മുസ്ലിങ്ങളുമായ ജനതയുടെ ഭൂമി വിഭവങ്ങള് പിന്നെ സ്വത്തുക്കളും ഒക്കെ നിനക്ക് അവകാശപ്പെട്ടാണ്. പിന്നെ 2 തിട്ടൂരും കൂടി 54 1454 വന്നു. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ കൈവശപ്പെടുത്തിയ ഭൂമിയിൽ എങ്ങനെ ചർച്ച നടത്തണം, ആ ചർച്ച എങ്ങനെയൊക്കെ കൊണ്ടു നടക്കണം, അതായത് ആ കൊള്ളമുതലിന്റെ പങ്ക് അവര് പിന്നെ ഉറപ്പിച്ചു. ഈ അവസാനത്തെ 2 തിട്ടൂരും. ഇതാണ് യഥാർത്ഥത്തില് പിന്നീടുണ്ടായിരുന്ന യൂറോപ്യൻ അധിനിവേശത്തിന് ഏതൊരു രാജ്യവും അങ്ങോട്ട് യാതൊരു രീതിയിലും പിന്നെ യാതൊരു മാനസികമായ ഒരു റിപ്പൻഡൻസും ഇല്ലാതെ അതിക്രൂരമായി അതിഭയാനകമായി അതിമൃഗീയമായി മറ്റ് ഭൂഖണ്ഡങ്ങളിലെ മനുഷ്യരെ നായാടിപ്പിടിച്ച് കെട്ടിവരിഞ്ഞ് പിന്നെ അവരുടെ ഭൂമിയോ അല്ലെങ്കിൽ പിന്നെ മെസാക്കർ ചെയ്ത് ഒന്നായിട്ട് നശിപ്പിച്ച് കൊന്ന് ഒക്കെ ആ രാജ്യങ്ങളൊക്കെ കീഴടക്കാനുണ്ടായിരുന്ന അടിസ്ഥാനമായ തിട്ടൂരമാണിത് മാർപ്പാപ്പയുടെ. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അതില് പിന്നെ ഈ മാർപ്പാപ്പയുടേതല്ല ഈ പ്രൊട്ടസ്റ്റൻസ് ബ്രിട്ടീഷുകാരൊന്നും. പക്ഷെ ഈ കാര്യത്തിൽ അവരും മുസ്ലിങ്ങളും തന്നെ ആ കാര്യത്തിൽ മോശമായിട്ടുണ്ട്. അങ്ങനെ അവർക്ക് അറിയാത്ത ജനതയുടെ അവരുടെ സംസ്കാരത്തെ പൂർണ്ണമായിട്ടും അവിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് കീഴടക്കി ആകെ പിന്നെ ഇതാക്കിയ ഒരു കഥയാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ ഇതേപോലെ ഭീകരമായി കൊള്ളയടിച്ച് കൊണ്ടുപോവുകയും അതിന്റെ ഭാഗമാണ് നമ്മളിവിടെ ഉള്ള പിന്നെ ഈ പശ്ചിമഘട്ടത്തിലുള്ള ഈ കാപ്പിത്തോട്ടം ഉണ്ടാക്കുക അങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ അവർക്കൊരു മടി തന്നെ. നല്ല കാടൊക്കെ വെട്ടിക്കളഞ്ഞ് അതൊക്കെ നശിപ്പിക്കാൻ അതൊക്കെ ഒരു മാനസിക പ്രയാസം പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നേ ഇല്ല ഇങ്ങനെ നശിപ്പിക്കുന്നത്. അപ്പോ എനിക്ക് ഞാൻ പറയട്ടെ, അങ്ങനത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ആ മതത്തിന്റെയും അവരുടെ വിശ്വാസത്തിന്റെയും ആ സംസ്കാരത്തിന്റെയും ഭാഗമാണ് അധ്വാനിക്കാതെ തിന്നുന്നത്. അതേപോലെ സ്വകാര്യ സ്വത്ത് എന്നുള്ളത്. ഈ സ്വകാര്യ സ്വത്തും അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ ചൂഷണം ചെയ്യുക എന്നുള്ളതിന്റെ അതായത് പിന്നെ ലാഭം, പിന്നെ കോഴ, പലിശ, ഇതൊക്കെ തന്നെ ആ സ്റ്റേജിലുള്ള അതിന്റെ ഭാഗമാണ് ഇന്നും നമ്മളെ വിദ്യാഭ്യാസത്തിൽ കാണുന്ന പിന്നെ കോഴ. മെഡിക്കൽ കോഴയൊക്കെ നമ്മളെ തുടക്കം 14-ാം നൂറ്റാണ്ടിലെ അതും തുടങ്ങി. അതായത് അധ്വാനിക്കാതെ നിങ്ങൾക്ക് വാങ്ങാൻ വേറെ ആളുടെ അതിൽ കുഴപ്പമില്ല. ക്രിസ്ത്യാനികളായിക്കോട്ടെ മുസ്ലിങ്ങൾ അവർ കടത്തി വെട്ടുന്ന കാര്യത്തിൽ
അതേപോലെ തന്നെ ഈ വെസ്റ്റേണൈസ്ഡ് റിലീജിയൻ ആയിട്ടുള്ള മറ്റ് ഹിന്ദു സംഘടനകളും ഈ കാര്യത്തിൽ മോശമില്ലാത്ത രീതിയിൽ അവർ പിന്നിലുണ്ട്. ഇതിനൊക്കെ കാരണം അതാണ്. അത് ഇപ്പോ എന്തായാലും 1973 മറ്റോ ഈ തിട്ടൂരം നമ്മളെ